ഹലോ, ഇത് ഞങ്ങളുടെ വയനാട് ഡയറീസിലെ ഒരു ചെറിയ പോർഷനാണ്. ഇത് എല്ലാവർക്കും കണ്ടാൽ മനസ്സിലാവുമായിരിക്കും. കുറുവ ഐലൻഡാണ്. അപ്പോൾ ഞാൻ 2-3 വട്ടം ഞങ്ങൾ വയനാട് പോയിട്ടുണ്ടെങ്കിലും ഈ കുറുവ ഐലൻഡിൽ ആദ്യമായിട്ടാണ് പോകുന്നത്. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും 1-2 സ്ഥലങ്ങളും വിട്ടു പോകാറുണ്ട്. അതുപോലെ ഈ കുറുവ ഐലൻഡ് മിസ് ചെയ്തൊരു സ്ഥലമാണ്. ഇപ്രാവശ്യം നമ്മൾ അതുകൊണ്ട് എന്തായാലും അവിടെ പോകണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ മുന്നേ വരുന്ന സമയത്ത് ഇവരൊക്കെ കുഞ്ഞു കുട്ടികളായിരുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു 10 വർഷമായെന്ന് തോന്നുന്നു വയനാട് വന്നിട്ട്. പിള്ളേരൊക്കെ വളർന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ഇറങ്ങാൻ വേണ്ടിയിട്ട് മറ്റേ ബാമ്പു വെച്ചിട്ട് ഇത് തന്നെ അതിൽ കയറാൻ വേണ്ടിയിട്ടാണ് ഈ കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് കയറിയിരിക്കുന്നത്. അപ്പോൾ അതെന്താ പറയുക, അകത്ത് കുറച്ച് കാട് പോലത്തെ ഒരു സ്ഥലമാണ്. പക്ഷേ ഇതിനുള്ളിൽ വേറൊരു കാട് ഉണ്ട്. പക്ഷേ അതിനകത്ത് പോകണമെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേയ്മെൻ്റ് ഉണ്ട്. നമ്മൾ അവിടെ നിന്നും പോയില്ല, അത്രയും സമയവും കുറവായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇതിനകത്ത് തന്നെ ഈ വെള്ളത്തിൻ്റെ കുറച്ച് ചുറ്റുവട്ടത്ത് തന്നെ കിടന്ന് കറങ്ങി ഇങ്ങനെ. അപ്പം നമ്മുടെ കൂടെ അതേ പുറകിൽ കാണുന്നതാണ് നമ്മുടെ ഡ്രൈവർ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി ഉണ്ടായിരുന്നു. അവിടെ ഈ കയറ് പോലെയൊക്കെ കെട്ടിയിട്ടുണ്ട്. അതുവഴി ഇങ്ങനെ പിടിച്ചാണ് പോകുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അവിടുത്തെ ഒരു കാലാവസ്ഥ വളരെ നല്ലതായതുകൊണ്ട് തന്നെ ഭയങ്കര രസമായിരുന്നു. അതായത് മഴയുമില്ല. മഴ അവിടെ ഉണ്ടായിരുന്നു, പക്ഷേ ആ സമയത്ത് മഴ പെയ്തില്ല. പക്ഷേ നല്ല അന്തരീക്ഷം. ഞങ്ങൾ രാവിലെയാണ് പോയത്. അങ്ങനെ നല്ലൊരു അന്തരീക്ഷത്തിൽ ഞങ്ങൾ പേടിച്ചു ഇനി വഴിയിൽ വെച്ച് അങ്ങനെ മഴ പെയ്യുമെന്ന്. പക്ഷെ അതൊന്നും ഉണ്ടായില്ല. ഞങ്ങളെല്ലാവരും നല്ല രസമായിട്ട് അതിലിങ്ങനെ എൻജോയ് ചെയ്ത് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് കാടിൻ്റെ ചെറിയ ശബ്ദങ്ങളൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ നല്ലൊരു അറ്റ്മോസ്ഫിയർ. നമ്മൾ ഈ ബോട്ടിൽ പോകുന്ന പോലെയൊന്നും അല്ല ഇതിൽ പോകുന്നത്. ഇതിൽ പോകുമ്പോൾ വേറെ സുഖം. അതിനിടയ്ക്ക് കണ്ടൊരു കാഴ്ചയാണിത്. ഒരു മങ്കി കേട്ടോ. ആ മങ്കിയാണെങ്കിൽ ആ നൂലിൽ കൂടെ നമ്മൾ ഈ പിടിച്ച് പോകുന്നില്ലേ, അതിനകത്തുകൂടി പോകാൻ ശ്രമിക്കുന്നതാണ്. അവിടെ കിടന്ന് ഒരേ ബഹളം. ഇത് 2-3 പ്രാവശ്യം വീഴാൻ പോയി. ഇതെൻ്റെ ക്യാമറ ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇടയ്ക്ക് അതൊന്ന് വന്നു പോയതാണ്. പക്ഷെ നല്ല രസമുണ്ടായിരുന്നു അത് കാണിക്കുന്നത്. അത് നോക്കി എന്തോരം കഷ്ടപ്പെട്ടാലും അതെങ്ങനെയെങ്കിലുമൊക്കെ എത്താൻ ശ്രമിക്കുകയാണ് അതിന്. പിന്നെ എല്ലാ പ്രാവശ്യവും ഇത് ചെയ്യുന്ന ഒരു കാര്യമായതുകൊണ്ട് പുള്ളിക്ക് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷെ നല്ല രസമായിരുന്നു അത്. ഞങ്ങൾ അതൊക്കെ കണ്ട്. വേറെ മൃഗങ്ങളൊന്നും കാണാൻ പറ്റില്ല, കുറച്ച് കുരങ്ങന്മാരെയൊക്കെ കാണാം. അവരൊക്കെ രാവിലെ വന്നിട്ട് പോകും. അങ്ങനെ ഇരുന്നപ്പോഴത്തെ ഈ സാധനം ഇതെന്ന് പറഞ്ഞാൽ മറ്റേ എന്താണ് അതിൻ്റെ അത്തിപ്പഴം പോലത്തെ ഒരു സാധനമാണ്. ഇത് നമ്മുടെ ആ തുഴയുന്നില്ലേ പുള്ളി ഈ പോകുന്ന വഴിക്ക് ഇത് കാണുന്ന മരമാണ്. ഈ മരം കണ്ടില്ലേ, ഈ മരത്തിലുണ്ടായ സാധനമാണ്. അപ്പോൾ പുള്ളി തന്നെ എന്ത് ചെയ്തതെന്ന് വെച്ചാൽ പുള്ളിയുടെ കയ്യിൽ മറ്റേ തലയിൽ തൊപ്പി പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു. അത് വെച്ചിട്ട് പുള്ളി തന്നെ ഞങ്ങൾക്ക് ഇതൊക്കെ പറിച്ചു തന്നു. ഞങ്ങളത് ടേസ്റ്റ് ചെയ്ത് നോക്കി. കുറേ ഉണ്ടായിരുന്നു. അത് ഞങ്ങൾ കഴിച്ചു. പക്ഷെ നല്ല ടേസ്റ്റായിരുന്നു. നാച്ചുറലായിട്ടുള്ള സാധനങ്ങളല്ലേ, നമ്മൾ ഈ വാങ്ങിക്കുന്ന സാധനമൊന്നുമല്ലല്ലോ. അതുകൊണ്ട് അതൊക്കെ ടേസ്റ്റി ആയിട്ട് കഴിച്ചു. അങ്ങനെ കറങ്ങി അടിച്ച് ഞങ്ങൾ